സൗകര്യം ഒരുക്കുന്ന ആൾക്കാർ തീർച്ചയായും ആ പ്രിവിലേജിന്റെ അമരക്കാരെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പൊതുവെ പറയാറില്ലേ, ഷിപ്പ് വിതൗട്ട് എ കമ്പാസ് ഇസ് ലൈക്ക് ബേർഡ് വിതൗട്ട് വിങ്സ് എന്ന് പറയുന്നുണ്ട്. ഒരു ചിറകില്ലാത്ത പക്ഷി അല്ലെങ്കിൽ കോമ്പസ് ഇല്ലാത്ത ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാത്തിനും ഒരു അമരക്കാരനും അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സക്സസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഗവൺമെന്റ് കോളേജുകളിൽ പോയി പഠിക്കാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് വൈറ്റ്ലി ഓൺലൈൻ എഡ്യൂക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തില് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ പ്രതിഭയിൽ വരുന്നതിന്റെ ആ സമയത്തൊക്കെ ഒട്ടുമിക്ക ഗ്രാമീണ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മളിപ്പോ ബസ്സിലേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പഠിക്കുന്ന, പ്രതിഭയിലെ പഠിക്കുന്നതെന്ന് പറയുമ്പോൾ അജ്മാഷിനെ അറിയില്ല, ഇവരെ അറിയില്ല, ഇങ്ങനെ കുറെ ആൾക്കാരുടെ പേരൊക്കെ പറയാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. ആദ്യമായിട്ട് പ്രതിഭയിലൊക്കെ വരുന്ന സംഭവമെങ്കിലും അതിന് 3 വർഷം മുമ്പേ ഞാൻ ഈ അനധ്യാപകരും കൂടെ നമ്മുടെ വിട്ടു തിരിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ദീപ്തമായ സ്മരണത്തിന് മുമ്പിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വർഷം കൃത്യമായി ഓർമ്മയില്ല. അജയ് സാർ വന്നതിന് ശേഷമാണ് ഞാൻ പ്രതിഭ വിദ്യാഭവനിൽ എത്തിച്ചേർന്നത്. അതായത് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു 8ഓളം പ്രൈവറ്റ് കോളേജുകളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സമ്മാനം നേടിയിട്ടുള്ള ആദ്യം ക്ഷണിക്കുന്ന രജിലയെ. രജില, പ്ലീസ് കം. നല്ലൊരു നേടി കൊടുക്കുക. അജയ് സാർ, എല്ലാവർക്കും നമസ്കാരം രേഖപ്പെടുത്തുന്നു. പിന്നെ ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല. ഒരുപാട് നല്ല മെമ്മറികളുണ്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഓപ്പണായിട്ട് നമ്മുടെ സ്റ്റേജിൽ പറയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. കൂടുതലും എംപ്ലോയീസ് അത് തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പരിപാടിയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പരിപാടി ഈ ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ഒരു വലിയൊരു വെല്ലുവിളി നാട്ടിൽ നമ്മുടെ കൂടെയുള്ളവർ കൂടുതൽ പേര്, അതായത് നമ്മളൊരു 60% മുകളിലെ ആൾക്കാർ വിദേശത്തായിരുന്നു. നമ്മുടെ അജയ് സാർ, സജീവൻ സാർ, രാധിക മേഡം, എല്ലാവരും നമസ്കാരം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ കൂടെയുള്ള സഹപ്രവർത്തകർ. നമ്മൾ ഈ ഒരു ഓഗസ്റ്റ് 4 എന്നുള്ളത് എല്ലാത്തിനും ഓരോ ദിവസങ്ങളുണ്ട്. ഇപ്പം പാരൻസ് ഡേ, പിന്നെ ടീച്ചേഴ്സ് ഡേ, അതുപോലെയുള്ള ഒരു ഡേ ആണ് ഓഗസ്റ്റ് 10 സൺഡേ, ഫ്രണ്ട്ഷിപ്പ് ഡേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെയാണെങ്കിലും ആ ഒരു ലെവലിലെത്തിയത് ഒരു സൗഹൃദം പുതുക്കുക എന്നുള്ള രീതിയിലാണ്. സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ ഭയഭക്തിയോടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വിജിലോ സനിക്കോ സാർ നമ്മളിങ്ങനെ വന്നിങ്ങനെ നോക്കാം. നിങ്ങൾക്ക് എല്ലാം പറയാം, സാറിന്റെ നോട്ടം ഉണ്ടല്ലോ, വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ടം ഉണ്ട് കൈ കേട്ടിട്ട്. അപ്പൊ പുള്ളിക്കാരൻ നമ്മളിങ്ങനെ നോക്കാൻ തുടങ്ങിയ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബിരുദൻ വിജിലാണെന്ന് തോന്നിപ്പോ ഇങ്ങനെ ഒരു ചിരി തിരിച്ചു. നമ്മൾ അവരെ നോക്കി ഇതിനെന്താ കാണിക്കുന്നത്, അത് ഏറ്റുപിടിച്ച് സനിത്തും ചിരിക്കാൻ തുടങ്ങി. സാർ ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. വല്ലാത്തൊരു ഇൻസൾട്ടല്ല അധ്യാപനം വരെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആ ചിരി കൊറോണ പകരുന്ന പോലെ ഒന്ന് പടർന്നു. യാസീൻ മാത്രം ചിരിച്ചില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തിനാ ചിരിച്ചതെന്ന് മനസ്സിലാവാത്തോണ്ടായിരിക്കും മിക്കവാറും ചിരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആക്ച്വലി ഇവരെന്തിനാ ആദ്യം ചിരിച്ചത് ഇവര് തന്നെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാത്തോണ്ടാണ് നമ്മളെല്ലാവരും ചിരിച്ചത്. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ചിരി അടക്കി പിടിക്കാത്ത രീതിയിൽ ഒരുമാതിരി ടോം ആൻഡ് ജെറി അല്ലെങ്കിൽ ചാർലി ചാപ്ലിന്റെ കോമഡി കണ്ടവർ നമ്മൾ ഇങ്ങനെ ചിരിക്കാൻ തുടങ്ങി. സാറാണെങ്കിൽ ഇങ്ങനെ സ്തബ്ധനായി ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു 5 മിനിറ്റോളം. അവസാനം ചിരിച്ച് വയറ് നമ്മൾ തകർന്ന് ചിരിച്ച് വയറ് തളരുമല്ലോ. ഇങ്ങനെ നിന്ന സമയത്ത് എല്ലാവരും ചിരി നിന്നപ്പോൾ നമ്മളിങ്ങനെ ചിരി നിർത്തി. യാസീൻ മാത്രം ചിരിച്ചില്ല. യാസീനെ മാത്രം മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു എല്ലാം ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓഫീസിലേക്ക് പോയതും ഒരു തെറി കേട്ടതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് എന്റെ ഒരു ഓർമ്മയാണ്. കാരണം ആ ചിരി എന്തിനാണ് അന്ന് വിജിയിൽ ചിരിച്ചതെന്നുള്ള കാര്യം ഇന്നും ഓർമ്മയില്ല. അവ വന്നിട്ട് ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് യാസീൻ ചിരിച്ചില്ല എന്നുള്ളതും ഇന്നും നമുക്ക് അറിയില്ല. രണ്ടുപേരോട് ചോദിച്ചാലും മനസ്സിലാവും. ഇങ്ങനെ ഒരുപാട് ഓർമ്മ, ഞാനൊരു വർഷം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ പറയാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും. അതുപോലെ ഇനിയൊരു ഓർമ്മ കുറെ ആൾക്കാരെ പിന്നെ ചില ആൾക്കാരെ നമ്മൾ അധികമായിട്ട് കാണുന്ന ഒരു പോലെ തോന്നി.
പരിചയമില്ലാന്നല്ല അങ്ങനെ പേര് തോന്നി. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ എന്നും ലേറ്റായി വരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ചിലപ്പോൾ ലേറ്റാവുക ക്ലാസ് ഒരു 12 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനെൻ്റെ എന്താ പറയുക നമസ്കാരം മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് എത്തല്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ പുറത്തായിരുന്നു ക്ലാസ്സിൽ ഇതിനെ പഠിക്കാത്ത വ്യക്തിയും കൂടിയായിരുന്നു ഞാൻ. പിന്നെ എന്താ പറയണ്ടത് ഇവിടെ നല്ലൊരു ഓർമ്മകൾ ഇന്ന് ഞാൻ ഇവിടെ എത്തുന്ന പ്രദേശമല്ല, എൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് കൂടിയായിരുന്നു. എന്നിട്ട് ഞാൻ റിസ്ക് എടുത്ത് എല്ലാവരും ഒന്ന് കാണാമെന്ന് വെച്ചു വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അംഗീകരിച്ച് കൊണ്ടിരിക്കുന്ന സംഘടിപ്പിച്ചു. ഓക്കെ, താങ്ക് യു. ആദ്യമൊക്കെ ടീച്ചർ പറഞ്ഞു പുറത്ത് ഓടുന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് പിന്നെ ടീച്ചർ വരുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് അടുത്ത് പോകാറുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം നെല്ലിയിൽ നമ്മൾ ക്ലാസ് ടെസ്റ്റ് വെച്ചായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ തന്നു. അപ്പോൾ നബിയിൽ ആൻസർ അക്കൗണ്ടൻസി മറ്റുമാണ് തോന്നുന്നു എഴുതി ഞാൻ അതേപോലെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. നബി ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ നോക്കിയിട്ട് നദീർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്തത് അതേപോലെ തന്നെ. അതിനുശേഷം യാസീർ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ എക്സാം കഴിയാനായ ഒരു 5 മിനിറ്റോ മറ്റോ നടക്കുന്ന സമയത്ത് ഈ നബിയിൽ എഴുതാൻ തടഞ്ഞു. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയടാ എന്ന് ചോദിച്ചു. ഞാനതാ ടെൻഷൻ എടുത്തിരിക്കുകയാണ്. നമുക്ക് തൊട്ടിപ്പുറത്ത് നദീർ ചോദിച്ചു എന്ത് പറ്റി, ഞാനറിയില്ല, ഇവർ തടഞ്ഞു. ഗിഫ്റ്റായിട്ട് അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ കേക്ക് ആയി. അപ്പോൾ അതിന് ഇരട്ടി മധുരം എന്ന നിലയിൽ തിരിച്ച് എൻ്റെ ബർത്ത്ഡേ കേക്കിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് മാസ്റ്റർ സാറ്, രസ ടീച്ചർ, പിന്നെ സജീവ് സാർ, അങ്ങനെ 3-4 പേരുടെ വീഡിയോ വെച്ചിട്ട് ഒരു ബർത്ത്ഡേ വിഷയത്തിൽ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് കോർഡിനേറ്റ് ടെസ്റ്റ് ചെയ്തു എനിക്ക് അയച്ചു തരുന്നത്. അതായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മറ്റുള്ള ഗിഫ്റ്റുകളെല്ലാം പറ